ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ തയ്യൽ മെഷീനുകളിൽ ഏതൊക്കെ സൂചിയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കാണുന്ന വളരെ കുറച്ച് ആൾക്കാരാണ്, പക്ഷേ ആരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ കാണിക്കുന്ന സൂചി, അതായത് ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു പവർ മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കുക. പവർ മെഷീൻ ഇപ്പോൾ ജാക്കോ, ജുക്കിയോ, സിംഗറോ ഏതോ ആയിക്കോട്ടെ. ആ മെഷീനിൽ ഉപയോഗിക്കുന്ന സൂചിയുടെ മോഡൽ എന്താണെന്നറിയോ? ഈ 14, 16 എന്നൊക്കെ പറയുന്നത് അതിൻ്റെ സൈസാണ്. അതായത് ആ സൂചിയുടെ തിക്നെസ് വലിയ മാറ്റമില്ലെങ്കിലും തിക്നെസ്സിൽ ചെറിയ മാറ്റം വരും സൈസിനനുസരിച്ചിട്ട്. ആ ഹോളിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സൂചിയുടെ. നമ്മളെപ്പോഴും ഏത് മെഷീൻ യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ മോഡൽ നമ്പർ, അതായത് ആ മെഷീനിൽ ഉപയോഗിക്കുന്ന സൂചിയുടെ മോഡൽ നമ്പർ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ നമ്മുടെ പവർ മെഷീനിൽ ഇപ്പോൾ ജാക്ക്, ജുക്കി പോലുള്ള, ഉഷ, സിംഗർ പോലുള്ള എല്ലാ പവർ മെഷീനിലും ഉപയോഗിക്കുന്ന സൂചി DB-X1 എന്നാണ് ആ സൂചിയുടെ മോഡൽ നമ്പർ. കൂടാതെ ഒരു കാര്യം കൂടെ, ഈ സൂചിക്ക് സൈസ് ഉണ്ട്. അതായത് ഇതിൻ്റെ തിക്നെസ്സിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസം വരും. നമുക്ക് ബനിയൻ തുണിയൊക്കെ അടിക്കണമെങ്കിൽ, നിറ്റ്സ് വെയറൊക്കെ അടിക്കണമെങ്കിൽ 11, 9 പോലെയുള്ള സൂചി, അതായത് ആ സൈസിലുള്ള സൂചി വാങ്ങിച്ച് അടിച്ചാലാണ് നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. പിന്നെ ഷർട്ട്, പാൻറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് 14, 16. ആ 16 എന്നതിൽ സൈസ് നിൽക്കുന്നില്ല. 18, 21, അതുപോലെ തന്നെ 23 അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ സാധാരണ സിംഗിൾ നീഡിൽ മെഷീനിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ജാക്ക് F5 അല്ലെങ്കിൽ ജുക്കിയോ അല്ലെങ്കിൽ സിംഗറോ ഉഷയുടെ തുണി അടിക്കുന്ന നിങ്ങളുടെ ഒരു മെഷീനാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ അതിൽ സാധാരണ വന്നിട്ടുള്ള നീഡിൽ ബാറിൽ 18 സൈസ് വരെയുള്ള സൂചി കയറും. നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജീൻസൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ 18 സൈസിൻ്റെ സൂചി ഇട്ടിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ. അതുപോലെ തന്നെ സാധാരണ ചുരിദാർ മെറ്റീരിയൽസാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ 14 സൈസിൻ്റെ സൂചി ഉപയോഗിച്ചാൽ മതിയാവും. അതുപോലെ ഇതിൻ്റെ മോഡൽ നമ്പർ മറക്കരുത്. DB-X1 എന്നുള്ളതിൻ്റെ ആ മോഡൽ നമ്പർ ആയിരിക്കണം നമ്മൾ മേടിക്കേണ്ടത്. പിന്നെ ഒരു ഭാഗം പരന്നു വരുന്ന സൂചിയുണ്ട്, അത് ടേബിൾ ടോപ്പ്, ഫാഷൻ മേക്കറിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ സൈസ് എന്തിനു പറഞ്ഞു എന്ന് വെച്ചാൽ, ബനിയൻ തുണി അടിക്കുമ്പോൾ നമ്മൾ വലിയ വണ്ണമുള്ള അല്ലെങ്കിൽ 16ൻ്റെയൊക്കെ സൂചിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റിച്ചൊന്നും ഫിനിഷിങ് ഉണ്ടാവില്ല. ബനിയൻ തുണിയിൽ സ്റ്റിച്ച് ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മൾ 11 സൈസോ അല്ലെങ്കിൽ 9 സൈസോ സൂചി യൂസ് ചെയ്താലാണ് ഫിനിഷിങ് ഉണ്ടാവുള്ളൂ നല്ലപോലെ. പിന്നെ സൂചികൾ വാങ്ങിക്കുമ്പോൾ ഒരിക്കലും ലോക്കൽ സൂചികൾ വാങ്ങിക്കാതിരിക്കുക. സൂചി വാങ്ങിക്കുമ്പോൾ എപ്പോഴും ബ്രാൻഡഡ് വാങ്ങിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഫോട്ടോയാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത്, സ്മിത്സ് എന്ന്. സ്മിത്സ് കൂടാതെ ഓർഗാൻ, ഗ്രോസ് ബക്കറ്റ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഗ്രോസ് ബക്കറ്റ്സും ഓർഗാനൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നല്ല സൂചി വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഈ 40 രൂപയുടെ 30 രൂപയുടെയൊക്കെ സൂചി വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സൂചി പോവുകയും ചെയ്യും, സ്റ്റിച്ചിന് വലിയ ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അത് സൂചി എടുക്കുമ്പോൾ, അതായത് വാങ്ങിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് സൂചിയുടെ കേസാണ്. സൂചി ഒരു 14, 16 എന്നുള്ളതല്ല സൂചിയുടെ ഇത്. പവർ മെഷീൻ്റെ സൂചി എന്ന് പറഞ്ഞ് മാത്രം പഠിക്കരുത്. നമ്മുടെ സിംഗിൾ നീഡിൽ ഉപയോഗിക്കുന്നതിന് DB-X1 എന്നാണ് സിംഗിൾ നീഡിലിൻ്റെ മോഡൽ നമ്പർ. അതായത് സിംഗിൾ നീഡിൽ ഉപയോഗിക്കേണ്ട സൂചിയുടെ മോഡൽ നമ്പർ. സൈസ് 9, 11, 14, 16 അങ്ങനെ 18 ഒരുപാട് സൈസ് ഉണ്ട്. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബനിയൻ തുണി അടിക്കാനാണ് 9, 11 യൂസ് ചെയ്യുന്നത്. ചുരിദാർ, ഷർട്ട്, പാൻറ്റൊക്കെ അടിക്കാൻ 14, 16 എന്നുള്ള സൈസാണ് യൂസ് ചെയ്യുക. നല്ല ബ്രാൻഡുകൾ തന്നെ നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. സൂചിയും സ്പെയർ പാർട്സൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്, മെഷീനും അവൈലബിൾ ആണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ ബ്രാൻഡുകൾ നോക്കി തന്നെ സൂചി മേടിക്കുക. സൂചി ഇടുന്ന സമയത്ത് പൂർണ്ണമായും മുകളിലോട്ട് കയറ്റി തന്നെ ഇടാൻ ശ്രമിക്കുക. സൂചി ഇടുന്നത് കറക്റ്റ് അല്ലെങ്കിലും സ്റ്റിച്ചിന് കംപ്ലൈൻറ്റ് വരാനും സൂചി താഴെ പോയി ഇടിച്ച് ഷട്ടിൽ ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്